ചാനലിനകത്ത് ഈ പാട്ട് കയറി റിയാക്ട് ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ അങ്ങനെ വന്നു. ഒറ്റ അജണ്ടയിൽ അത് ഒരു ചെറിയ പ്രഷറും കൂടാണ്. കാരണം അവരിത് എങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. സോ എക്സൈറ്റഡ് ആണ്. മ്യൂസിക് വീഡിയോ അല്ലേ? ഓക്കെ പറഞ്ഞിട്ടില്ല. അടുത്ത ഞാൻ ചെയ്യാൻ പോണത് എവിടെ പറഞ്ഞായിരിക്കും. അത് ചെയ്തിട്ട് ഇനി വേറൊരു പ്രൊജക്ട്. അപ്പൊ ഞാൻ 2 വർഷം മുന്നേ ഒരു സ്ട്രീറ്റിൽ പോയിരുന്ന ഒരു പാട്ട് പാടി ഒരു ചെറുതായിട്ടൊരു ഒരു വീഡിയോ വൈറലായിരുന്നു. അത് കൊച്ചിയിലായിരുന്നു? അല്ലല്ല, ഞാൻ ഇതേപോലെ ഈ കൂട്ടുകാരുടെ ഇടയ്ക്ക് പാട്ട് പാടി സന്തോഷിപ്പിക്കുന്ന പാട്ടുകാരനായിരുന്നു ഞാൻ. അപ്പം ഒരു പോയിന്റിൽ എനിക്ക് ഇതേപോലെ കുരു പൊട്ടി. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഗിറ്റാർ എടുത്ത് ഇറങ്ങിയതാ. മൈക്കോ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് വെന്റ്. എൻ്റെ കൂടെ അനന്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, അനന്ത് കണ്ണൻ. അവനാണ് ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് നാണോ ആവുന്ന നാട്ടുകാരൊക്കെ. ഞാനാണെങ്കിൽ ഒരു ബോർഡും എൻ്റെ ഗിറ്റാർ ബാഗിൽ ഐ ക്യാൻ സിങ് ഫോർ യു എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ തൂക്കി ഞാനങ്ങ് നടക്കുക. എനിക്കാണെങ്കിൽ നാണവും വരുന്നത്. കുഴപ്പമില്ല, ആൾക്കാർ കണ്ടോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ ഇപ്പോൾ ചെന്നൈ പോണ്ടി ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ദിവാലി ടൈമായിരുന്നു കറക്റ്റ്. ഇപ്പോൾ ആൾക്കാരെല്ലാം ഷോപ്പിങ്ങിനും വരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ക്രൗഡ് അവിടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ക്രൗഡുകളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു പയ്യൻ അവിടെ സ്ഥിരം ഇങ്ങനെ വരാറുണ്ട്. ചെന്നൈ സ്പീക്സ് എന്ന് പറഞ്ഞ ചാനലിലെ കുമരവേൽ എന്ന് പറഞ്ഞൊരു മച്ചാൻ. ഞാൻ ആദ്യമായിട്ട് ബസ്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചിറങ്ങുന്ന അതേ ദിവസം പടച്ചോൻ അവനെ കൊണ്ട് അവിടെ ഇട്ട് തന്നു. ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കൈയും കെട്ടി മാറി നോയിക്കൊണ്ടിരിക്കും. പിന്നെ ആര് കുറച്ച് നേരം പാടുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ബ്രോ എൻ്റെ ഊരിൽ നിന്ന് വരിക. ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നാണ് മച്ചാൻ. ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടും. എക്സ്ക്ലൂസീവായിട്ടൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അപ്പം യാരോ റിലീസിന് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ യാരോ പാടിയില്ല. എനിക്കെന്തോ പെട്ടെന്ന് ഈ പറഞ്ഞ ഏനോ ഇൻട്ര എന്ന് പറഞ്ഞ പാട്ട് പാടാൻ തോന്നി. ഏനോ ഇൻട്ര എന്നാണ് പാട്ടിൻ്റെ പേര്. അത് പാടിക്കൊടുത്തു. പിന്നെ എന്തോ സംഭവിച്ചളിയാ, 3000 ഫോളോവേഴ്സ്. അത് പെട്ടെന്ന് 100K ആയി. അത് വിത്തിൻ എ സ്പാൻ ഓഫ് വീക്ക് ഓർ 2. അതായത് എൻ്റെ ഉമ്മയും വാപ്പയും ഡെയിലി എൻ്റെ പ്രൊഫൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ 10K വെച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം വീട്ടുകാർക്ക് ഞാനത് തേർഡ് പേഴ്സണായിട്ട് ഞാനത് കണ്ടോണ്ടിരിക്കും. ഇവരിത് കണ്ട് ട്രിപ്പ് ആവുന്നുണ്ട്. കൊള്ളാലോ, 10K വീണ്ടും കയറുന്നു. അങ്ങനെ ചെന്നൈ സ്പീക്സ് വഴി കുറച്ച് വ്യൂസ് ആ പാട്ടിന് കിട്ടി. അത് കഴിഞ്ഞ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഒരു മച്ചാനുണ്ട്, ദിനിൽ എന്ന് പറഞ്ഞൊരു മച്ചാന്റെ ഡിസ്കോഡ് ചാനലിനകത്ത് ഈ പാട്ട് കയറി റിയാക്ട് ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ആ പാട്ട് ഓൾറെഡി സൈൻഡ് ആണ് വെൻ ഐ വാസ് സിംഗിങ് ഓൺ ദ സ്ട്രീറ്റ്. അപ്പം ഒരു 2 വർഷം ഗ്യാപ്പായി. അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ സമാധാനിച്ചിരിക്കുന്നു. സോ ഇപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ബാക്കി ഒരു 3 ദിവസത്തെ പരിപാടികളുണ്ട്. ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ പാട്ട് റിലീസാവും. തിങ്ക് തന്നെ ആയിരിക്കും. തിങ്ക് തന്നെയാണ് അത്. അങ്ങനെ അപ്പൊ അതല്ലാതെ ഇപ്പൊ എന്താ പറയാ, അതിന്റെ ലിറിക്സ് എന്റെ എല്ലാ തമിഴ് പാട്ടുകളും തന്നിരിക്കുന്നവരാണ്. അപ്പൊ അതല്ലാതെ ഇനി ട്രാക്കുകൾ വേറെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഒരു EP പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ പാട്ടുകൾ ഞാൻ ഇനി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. EPയിലൊക്കെ ഞാൻ ബേസിക്കലി ഈ പറഞ്ഞ മെലങ്കളി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് നാച്ചുറലി വരുന്നത്. ഈ കമേഴ്ഷ്യൽ സാധനം ചെയ്യത്തില്ലേ എന്നുള്ളൊരു ചോദ്യം എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് നിന്ന് എനിക്ക് വന്നു. അതെനിക്കൊരു ചാലഞ്ച് ഇട്ട് തന്നതാണ്. അങ്ങനെ ഒരു ചാലഞ്ചിൽ ഉണ്ടായിപ്പോയ പാട്ടാണ് ഏനോ ഇൻട്രോ. അതെന്തോ തുത്തു ആൾക്കാർക്ക് അതങ്ങ് വർക്കായി. അപ്പം ഇനിയിപ്പം സോൾഫുൾ സാധനങ്ങളും കമേഴ്ഷ്യൽ സാധനങ്ങളും 2ആയിട്ട് വേർതിരിച്ച് കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഞാൻ അടുത്തത് ചോദിക്കാൻ വരുന്നത്. അപ്പം എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി ഇപ്പം എന്തെങ്കിലും ചെയ്യുമോ, അതോ കൊമേഴ്ഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും പിടിക്കുമോ, അതോ ചില ട്രാക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകാം സംഭവം? ഏനോ ഇൻട്രോ ആക്ച്വലി അങ്ങനെ ഒരു പുഷിലാണ് ഉണ്ടായത്. കൊമേഴ്ഷ്യൽ ചെയ്യണം എന്നുള്ള. നീ കുറച്ച് ജോളി ആയിട്ടൊരു പാട്ട്, എന്തിനാ ഈ ശോകപ്പാട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ചോദിച്ചെന്റെ മുഖത്ത് നോക്കി. അങ്ങനെ ശരിയാണല്ലോ. അങ്ങനെ ഒരു തോട്ടിലിരുന്നപ്പം അഗെയിൻ ഈ പറഞ്ഞ ഒരു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയത്താണ് പാട്ട് കംപ്ലീറ്റ് ആയി. കമ്പോസിങ് കംപ്ലീറ്റ് ആയി. വൈശാഖ് ലിറിക്സ് ഇരുന്ന് എഴുതി തന്നു. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കമേഴ്ഷ്യലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 3-4 പാട്ട് ഉണ്ടായി.
തനിയെ ഉണ്ടായി. മറ്റേ ശോകപ്പാട്ട് തനിയെ ഉണ്ടാവുന്ന പോലെ ഇതും തനിയെ ഉണ്ടായി. അപ്പം വലിയ കുഴപ്പമില്ല, പീസ്ഫുൾ ആയിട്ടിരിക്കുക. അതേമാതിരി ഈ ചെന്നൈ സ്പീക്സ് അല്ലേ മറ്റേ ചാനൽ പറഞ്ഞ, അത് കാരണം പെട്ടെന്നൊരു ബൂം കിട്ടി. അത് എല്ലാ മ്യൂസീഷ്യൻസും നീ എന്താണ് ഇപ്പൊ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്? കാരണം അത് വലിയ അതൊരു ലക്കും കൂടെയാണ്. അത് ഭയങ്കരമായിട്ട് എന്തോ ഒരു എന്നുവെച്ചാ എനിക്കിത് എന്തോ ആ ഒരു കുറച്ച് 2-3 ആഴ്ച എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇത് എന്താ നടക്കുന്നത്. കാരണം ഇത്രയും ലവ് അളിയാ എനിക്ക് ഇത്രയും കാലം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ 2 വർഷം ഞാൻ ഗ്യാപ്പ്, അതായത് പാട്ട് റിലീസ് ആവാൻ ഗ്യാപ്പ് വന്നില്ല. എനിക്ക് എസ്സേ കണക്കിന് ചീത്ത വിളിയാ വരുന്നത് ആ പാട്ട് എന്ത് ചെയ്യാൻ ചോദിച്ചിട്ട്. അപ്പൊ ആൾക്കാരത് റിസീവ്, ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് പോലും അല്ല, ഞാൻ വെറുതെ എനിക്കറിയാവുന്ന 4 കോഡ് വെച്ചിട്ടാണ് പാടിയത്. ആൾക്കാരത് സ്നേഹത്തോടെ റിസീവ് ചെയ്തു. അപ്പൊ അതൊരു പ്രോപ്പർ ഔട്ട്പുട്ട് ആയിട്ട് ഇനി കൊടുക്കണം എന്നുള്ളൊരു ഒറ്റ അജണ്ടയിൽ അത് ഒരു ചെറിയ പ്രഷറും കൂടാണ്. കാരണം അവരിത് എങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. സോ എക്സൈറ്റഡ് ആണ്. മ്യൂസിക് വീഡിയോ അല്ലേ? വിത്ത് മ്യൂസിക് വീഡിയോ ഡയറക്റ്റഡ് ബൈ പ്രണവ് ശശിധരൻ, വല്ലാത്ത ജാതിയൊക്കെ ചെയ്ത നല്ലൊരു വിഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. കുറച്ച് എന്താ പറയാ, ലാർജർ ദാൻ ലൈഫ് പരിപാടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം. അപ്പൊ അങ്ങനെ നിന്റെ മാർക്കറ്റിംഗ് എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു മെയിൻ പ്രശ്നം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ ചെയ്ത് ഇറക്കാം, പക്ഷെ ഇറക്കി കഴിഞ്ഞിട്ട് മറ്റേ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ നമ്മളിതിൽ കോമഡി ഫണ്ണി ആയിട്ടുള്ള റീലുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതാണ് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും എന്റർടൈൻമെന്റാ വേണ്ടത്. തീർച്ചയായും എല്ലാവരും വർക്ക് ചെയ്ത് ഇത് വരുമ്പോ എന്റർടൈൻ ചെയ്ത്, അപ്പോ ഇതിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നതും അങ്ങനെയാണ്. നമ്മളിപ്പോ ഞാനൊരു പാട്ട് ചെയ്തു ഇങ്ങനെ എന്ത് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പറയും പോടാ ഒഴിവാക്കും. നമ്മൾ ചിരിപ്പിക്കണതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റഗ്രാം അത് പുഷ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരും. സാഡ്ലി ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആയിപ്പോയി നമ്മുടെ പ്രൈമറി സെറ്റ് ഓഫ് ഓഡിയൻസ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ സാധനങ്ങൾ ഇറങ്ങുന്നത് യൂട്യൂബിലും മറ്റു പ്ലാറ്റ്ഫോമിലും ആണെങ്കിലും യൂട്യൂബിലോട്ട് ചെല്ലണമെങ്കിൽ ഇവിടെ ആൾക്കാരെ ഒന്ന് കാണണം കുറച്ച്. അതാണ് അതിന്റെ പ്രോബ്ലം ആയിട്ട് എനിക്കിപ്പോ തോന്നുന്നു. ലൈക്ക് ദാറ്റ് എന്ന് തോന്നുന്നു. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആ ഇൻസ്റ്റാഗ്രാമിന്റെ സീൻ ഉണ്ട്. ഇപ്പോൾ ഫോളോവേഴ്സിന്റെ കണക്ക് വെച്ചിട്ട് ഷോസിന് വിളിക്കുന്ന ഒരു സീൻ വരെ ഉണ്ട്. പാട്ടല്ല നോക്കുന്നത്, മനസ്സിലായി? ഇപ്പോൾ പാട്ടല്ല അവിടെ ഇറക്കിയിരിക്കുന്ന ട്രാക്സോ അതിനെക്കാട്ടിലും ഇപ്പോൾ മുകളിൽ നോക്കുന്ന ഫോളോവേഴ്സാണ്. ബിക്കോസ് ആരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ അറ്റ്ലാസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സാണ്. അവർക്ക് വേണ്ടത് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളാണെങ്കിൽ അവരെ ഒരു ഷോ അനൗൺസ് ചെയ്താൽ കൂടുതൽ ഓഡിയൻസ് വരും, കൂടുതൽ ടിക്കറ്റ് സെയിലാവും. ബേസിക് അതാണ് അൽഗോരിതം, അതാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൽ പ്രശ്നം എന്താ പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിനെ നമ്മൾ ആൾക്കാർ എന്റർടൈൻ ചെയ്യിക്കാനും പ്ലീസ് ചെയ്യാനുള്ള കണ്ടന്റുകൾ തന്നെ ചെയ്യണം. ലൈക്ക് വി കാൻ ഡു സംതിങ് that's above that short span of time. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ പണ്ട് ക്ഷമയോടെ ഒരു 5 മിനിറ്റ് പാട്ട് കേട്ടിരുന്നില്ലേ? അനുപല്ലവി പല്ലവി ചരണം ഒക്കെ കേട്ടില്ലേ? പക്ഷെ ഇപ്പോ 2:30 താണ്ടിയ എന്ത് തീർന്നില്ലേ? ആ സീനുണ്ട്. അത് മാറുമോന്ന് അറിയത്തില്ല. മേ ബി നമ്മൾ സമയത്തിനൊപ്പം മാറേണ്ടിയിരിക്കുമായിരിക്കും. പിന്നെ കമേഴ്ഷ്യൽ അല്ലാത്ത ട്രാക്സിൽ ഇപ്പൊ എങ്ങനെ റീൽസ് വെച്ച് മാർക്കറ്റ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പോ അറ്റ്ലാസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂസിക് ചെയ്യാനെന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് പരിപാടിയാണ്. നമ്മൾ മ്യൂസിക് ചെയ്യല്, കോർഡിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നു, മാസ്റ്റർ ചെയ്യുന്നു, ഇതിന്റെ ചെലവ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത തലവേദനയായിട്ട് ചില സമയത്ത് തോന്നും നമുക്ക്, ഇനി ഈ സാധനം മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ റീൽസ് ചെയ്യണം അല്ല. അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ ട്രാക്കിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ട്രാക്കിനും ഉള്ളത് മതി, അല്ലെങ്കിൽ നമുക്കിപ്പോ പറ്റുന്നത് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റില് പാട്ട് റിലീസ് ചെയ്യലാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ദാറ്റ് വൺ സോങ് അല്ലേ, അത് കഴിയുമ്പോ ഇവന്മാരുടെ നമ്പർ ഞാൻ കൂടിക്കൊള്ളു. നമ്മള് മുമ്പ് ചെയ്തിട്ടിരുന്നത് പ്രേക്ഷകരങ്ങ് പിടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ഇട്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിന്നെ അവർ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഇവൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ ഒരു 5 ആർട്ടിസ്റ്റ്, ടോപ്പ് 5 ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്, അവന് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു 5 ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്, ആരോമൽ ചെയ്യവര്, അപ്പൊ ഞാന്, ഗീതൻ. സെക്കൻഡ് പാർട്ടിലില്ലേ വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാർ അതിൽ എന്റെ ഇറക്കുണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ല, വിഷമിക്കുന്നില്ല. എന്തായാലും അല്ല അത് പ്ലാൻ അനൗൺസ് ചെയ്തേക്കാം. അതെ അത് വരണം. ഇവരുടെ പാട്ടുകൾ ഇറങ്ങണോ എന്റെ റീൽ ഇറങ്ങി. ആ റീൽ ഇറങ്ങിയ ദിവസം എനിക്ക് അറൗണ്ട് ഒരു 500 ഫോളോവേഴ്സ് കയറി, ജസ്റ്റ് ആ ഒരു റീല് കാരണം. അപ്പൊ ആ റീല് കാരണം തന്നെ
ഞാനും ആരോമിൽ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞാൻ കീതൻ അപ്പോഴാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ബിക്കോസ് ഓഫ് ആ റീല് നമ്മൾ സംസാരിച്ചു, പിന്നെ ഒരു ട്രാക്കിൽ കൊളാബറേറ്റ് ചെയ്തു. അപ്പൊ ഞാനും ആരോമിലും കീതനും കൂടെ ഒരു ട്രാക്കിൽ കൊളാബറേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഹാപ്പനിങ്സ് സംഭവിച്ചു ആ ഒരു റീല് കാരണം. പിന്നെ അതേപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബീറ്റ് പ്രൊഡക്ഷൻ വീഡിയോ ഇങ്ങനെ ചുമ്മാ ബീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ അതിട്ടയില് ലൈക്ക് അത് അങ്ങനെ ഷെയറായി കുറച്ച് റാപ്പേഴ്സ് ആർട്ടിസ്റ്റുകളൊക്കെ കേട്ടു. അപ്പൊ അവര് വഴിയെ ഫ്രീ സ്റ്റൈൽ ഒക്കെ ചെയ്തായിരുന്നു തോന്നുന്നു. ബീറ്റ് സാമ്പിൾ വെച്ചിട്ടുള്ള ഡ്രം ബീറ്റ് പരിപാടി. ബീറ്റിന്റെ മേലെ ഏതോ റാപ്പർ പാടിയില്ലായിരുന്നോ? അവര് പാടി എനിക്ക് അയച്ചു, പ്രൈവറ്റിൽ അയച്ചത്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പുതിയ റാപ്പേഴ്സ് ആയിട്ട് അപ്പൊ കണക്ഷൻസ് ആയി. അപ്പൊ ഈ റാപ്പ് വേൾഡിൽ കുറെ ഫ്രണ്ട്സ് നമ്മളായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു ചെറിയ ഫാൻ ബേസ് ബിൽഡായി. അപ്പൊ ആ സമയത്താണ് ഞാൻ മറ്റേ ഇവിടെ മരണം എന്നുള്ള ട്രാക്ക് കറുപ്പായിട്ട് ചെയ്യണത്. അപ്പൊ ആ ട്രാക്ക് അതായത് ഞാൻ, മക്ബൂലൊക്കെ, വൈശാഖ്, ഷിബു, ഇതൊക്കെ എന്റെ വളരെ അടുത്ത ആൾക്കാരാ. ഞങ്ങളെല്ലാം കൂടെ കാറിൽ ഒരു ദിവസം പോകുന്ന നേരത്ത് ഈ പാട്ട് ഇട്ടടാ, ഞങ്ങൾ 4 പേരും ഇരുന്ന് കരഞ്ഞു പോയി. അത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അനദർ ഹിപ്പ് ഹോപ്പ് സോങ്, അതൊരു ഇമോഷണൽ അടിയാണ്. ജോക്കറും എല്ലാരും ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റേ അഭിരാമൊക്കെ വയലിനും ദഫ് ഉണ്ട്, രഞ്ജിത്ത് ബ്രോ ദഫ് ഉണ്ട്, പെർക്കഷൻസ് ഉണ്ട്. അതില് പരിപാടിയായിരുന്നു അത്. കുറെ ആ ട്രാക്ക് പേഴ്സണലി മറ്റേ ഒരു പാഷൻ പ്രൊജക്ട് ഒക്കെ പോലെ ചെയ്ത സാധനമായിരുന്നു. കാരണം ആ കുട്ടികളുടെ കോറസ് അടിപൊളി സാധനം. സുശീലന്റെ മിക്സ്, സുശീലിന്റെ അനിയനാണ് ആ കുട്ടികളുടെ കോറസ്. എവറിത്തിങ് എല്ലാം കൂടെ വരുമ്പോഴാണ് അത് നല്ലൊരു ഭക്ഷണമായി, നല്ലൊരു ബിരിയാണിയായി മാറുന്നത്. എല്ലാ ചേരുവ ഉണ്ടായിരുന്നത്. അത് അറ്റ് ലാസ്റ്റ് ആ ഇമോഷനാണ് എല്ലാവർക്കും ഒരേ സമയത്ത് ആ ഇമോഷൻ ഹിറ്റ് ചെയ്തൊരു ടൈമായിരുന്നു. ഈ മറ്റേ വാറുകൾ നടക്കുന്നു, ആൾക്കാർ കുറെ ഇന്നസെന്റ് പീപ്പിൾ മരിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് CJJ ഇങ്ങനെ ഒരു ട്രാക്ക് എഴുതി, അത് നമ്മൾ ചെയ്തു. അത് ചെയ്തത് സംഹൗ വേടനും അവരുടെ ടീമും കേട്ടു. അപ്പൊ അവർക്ക് ആ ട്രാക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു നമുക്കിത് ചെയ്യാം, ഈ ട്രാക്ക് നിങ്ങൾ ഇറക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നമുക്കിതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ ഇറക്കിയാൽ അതൊരു ഓഡിയൻസിലേക്ക് എത്തും എന്തായാലും. ബട്ട് നമ്മൾ ഇറക്കുകയാണെങ്കിൽ അതിന് ഇനി ഒരു വൈഡർ ഓഡിയൻസിലേക്ക് ആ ട്രാക്കിന് റീച്ച് ആവുമെന്ന് ആലോചിച്ചപ്പോൾ ഓഫ് കോഴ്സ് അതാണ് നല്ലൊരു ഓപ്ഷൻ തോന്നി. കാരണം ലാസ്റ്റ് ആ ട്രാക്ക് അത് ഋത്തിക്, നമ്മുടെ കറുപ്പിലെ ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ട്, അപ്പൊ അവൻ ഒരു വീഡിയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഋത്തിക് ശശികുമാർ പുള്ളിയാണ് മറ്റേ വോയിസ് ഓഫ് വോയിസ്ലെസ്സും വേടന്റെ വീഡിയോസിന്റെ ഒക്കെ ക്രിയേറ്റീവ് ഹെഡ്. വോയിസ് ഓഫ് വോയിസ്ലെസ് പിന്നെ ഉറങ്ങട്ടെ. ഋത്തിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മാർക്കറ്റിംഗ് എല്ലാം. ഋത്തിക് ഇപ്പൊ എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വേറൊരു പ്രൊജക്റ്റിലും ഓക്കെ പറഞ്ഞിട്ടില്ല. അടുത്ത് ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ പറഞ്ഞായിരിക്കും. അത് ചെയ്തിട്ട് ഇനി വേറൊരു പ്രൊജക്റ്റ്. അപ്പൊ ഞാനും നീ ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ ചെയ്യും, പ്രോപ്പറായി നമുക്ക് ചെയ്താൽ. കാരണം ആ ട്രാക്ക് അങ്ങനെ ഒരു മാർക്കറ്റിന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത സാധനമല്ല. അത് നമ്മുടെ ഒരു സോളിൽ തോന്നിയ ഒരു ഐഡിയ, എല്ലാരും കൂടെ ഐഡിയ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഡെഡിക്കേഷൻ, ട്രിബ്യൂട്ട് കൈൻഡ് ഓഫ് സ്റ്റഫ്. അപ്പൊ അതിനെ അങ്ങനെ തന്നെ വെക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് അവര് കറുപ്പ് റെക്കോർഡ്സ് വഴി അത് പ്രസന്റ് ചെയ്തതെന്ന് എനിക്ക് കുറെ ആ ഒരു ഹിപ്പ് ഹോപ്പ്, വേടന്റെ ട്രാക്സ് അല്ലെങ്കിൽ ഗബ്രയുടെ ട്രാക്സ്, ആ ഒരു പൊളിറ്റിക്കൽ ഏരിയ അല്ലെങ്കിൽ ഡാർക്ക് ആൻഡ് ഡീപ്പ് റാപ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറെ പേര് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഹിപ്പ് ഹോപ്പിലത്തെ കുറെ ആർട്ടിസ്റ്റുകൾ എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ആ വഴി അങ്ങനെ കുറെ കണക്ഷൻസ് വന്നു. പിന്നെ ലേബൽസ് ആണെങ്കിലും ഒരു പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഹൂസ് ദിസ് നല്ലൊരു സാധനം, ആ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഓരോ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൽ കിട്ടണം. പക്ഷെ റീൽ ഇറക്കിയിട്ട് എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ ഒരു റീൽ ഇറക്കി ട്രാക്ക് പ്രൊമോട്ട് ചെയ്യൽ എനിക്ക് അങ്ങനെ എഫക്റ്റീവ് ആയിട്ടില്ല ഇതുവരെ എൻ്റെ കേസിൽ കേട്ടോ. അത് എനിക്കറിയില്ല എൻ്റെ ട്രാക്കിനെ റീൽ വഴി എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല. ഞാനിപ്പോഴത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള സ്റ്റേജാണ്. പക്ഷെ അതല്ലാതെയും കുറെ മീഡിയം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ EP ഇറക്കി, EP 2-3 റീലൊക്കെ ഇറക്കി EPക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അതൊന്നും കൂടുതൽ അത് യൂട്യൂബിൽ മാത്രം ഇറക്കിയതുകൊണ്ട് യൂട്യൂബിൽ അത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ കേട്ട് ഷെയറായി അതിനൊരു വ്യൂവർഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇനിയും എനിക്ക് ചെയ്യാം, ഇനിയും കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിന് മാർക്കറ്റ് ചെയ്യാൻ. പക്ഷെ അത് ഞാനിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. പ്ലേലിസ്റ്റുകളൊക്കെ നല്ലൊരു മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസീഷ്യന് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റുകളൊക്കെ നല്ലൊരു പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം അത് നല്ലൊരു ഇതാണ്, ഓപ്പണിംഗ് ആണല്ലേ. പിന്നെ മെയിൻ ആയിട്ട് ലൈവാടാ, ലൈവ് ഗിഗ് ചെയ്യുമ്പോ കിട്ടുന്ന പ്രൊമോഷനും ലൈവ് ലൈവ് കേൾക്കാൻ ഭയങ്കര കേട്ടിട്ടില്ല. ഐ മീൻ സ്റ്റേജിൽ, സ്റ്റേജ് അല്ല, സ്റ്റേജിന്റെ അല്ല ഞാൻ പറയുന്നത്.
സ്റ്റേജിന്റെ ലൈവ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ലീഡിൽ വെച്ചിട്ട്. ഞാൻ എനിക്ക് ഈ വാഡ്ബിൽ നടന്നൊരു സാധനം നേരിട്ടിരുന്ന് പാടുമ്പോഴല്ലോ ഒരു ഭയങ്കര ഓപ്പൺ ആയിട്ട് പാടും. ബാക്കി ചിലവരൊക്കെ ഇങ്ങനെ കൺട്രോൾഡ് ആയി പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്പൺ ആയിട്ട് പാടുമ്പോൾ ഒരുപാട് എനർജി നമുക്ക് ഇങ്ങനെ പാടുമ്പോൾ കിട്ടുന്ന ഒരു സാധനം. ഈ ചില്ല് നീ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പെർഫോം ചെയ്തില്ലേ, അന്ന് ആ ഹൈപ്പിച്ചെടുത്ത സാധനമൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങനെ രോമാഞ്ചം കയറി. ലൈവ് പാടുമ്പോ വേറെ ഫീലാണ് അത്. ഞാൻ പക്ഷെ എന്താണ് ഈ പറഞ്ഞ ഞാൻ എൻ്റെ പാട്ടുകളുടെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കൂടുതൽ ഈ പറഞ്ഞ ഇന്റിമേറ്റ് ക്ലോസ്ഡ് പരിപാടികൾക്കാണ് അത് കൂടുതലും വർക്കാവുക. എനിക്കിപ്പോൾ അതൊരു വലിയ ലാർജർ ഓഡിയൻസിലേക്ക് എനിക്ക് എൻ്റെ മെലോഡിയസ് സോങ്ങുകൾ പാടാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഒത്തിരി കുറവാണ്. കാരണം എഗെയിൻ അവർ അറ്റൻഷൻ സ്പാൻ, അവിടെ കുട്ടികൾ വന്ന് നിൽക്കുന്ന തുള്ളാനാ. അപ്പൊ ഞാൻ തുള്ളിപ്പിക്കൽ പാട്ട് തന്നെ ഉണ്ടാക്കണം. ബട്ട് അതേ സമയത്ത് അനൂപ് ജയിൻ്റെ പാട്ടുകളും ഒക്കെ ഇവിടെ കേൾക്കുന്നവരും ഉണ്ട്. അപ്പം ഞാൻ സ്ലോലി എൻ്റെ ഒരു ഓഡിയൻസിനെ അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഇവിടെ നോക്കുന്നുണ്ട്. ബേസിക്കലി ഞാൻ ഒരു ഗിറ്റാറുമായിട്ട് മാത്രം പോയാലും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. വന്ന് കേൾക്കണം എന്നാണ്. അപ്പൊ ഈ ട്രാക്കുകൾ ചെയ്യുമ്പോഴേ എനിക്ക് ഇപ്പൊ എന്താ പറയാ, വൈശാഖാണോ മോസ്റ്റ്ലി എല്ലാം എഴുതുക? സ്വന്തമായിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ എഴുത്തുന്നൊരു മേഖലയിലേക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വൈശാഖാണ് എഴുതുക. അപ്പൊ ഈ എഴുതുമ്പോ വിഷ്വൽ കണ്ടിട്ടാണോ പാട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ട് ചെയ്യണവരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ വീഡിയോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിരിക്കും, അങ്ങനത്തെ സാധനം. അപ്പൊ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമോഷനിൽ ഒരു പാട്ട് എഴുതുന്നു, നമുക്ക് ആ ഇമോഷൻ കംപ്ലീറ്റ് ആയിട്ട് വേറൊരാളുടെ അടുത്ത് എങ്ങനെയാണ് അത് കൺവേ ചെയ്തിട്ട് അതേമാതിരി ലിറിക്സ് കിട്ടണം, അല്ലെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനെയാണ്? അത് എന്തോ ഭാഗ്യത്തിന് അവനുമായിട്ടൊരു സൗഹൃദം അവന് ഞാൻ അധികം ഭയങ്കര ഓവറായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരാറില്ല അവൻ്റെ അടുത്ത്. ഇപ്പം ഇതുവരെ ഉണ്ടാക്കിയ പാട്ടുകൾക്ക് ഭാഗ്യത്തിന് എനിക്ക് എല്ലാത്തിനും എന്ത് ഇമോഷൻ കൊടുക്കണമെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. എടാ ഇന്നതുപോലെയാണെന്ന് ഞാൻ ഒരു 4 കീ പോയിന്റ്സ് പറയുമ്പോഴത്തേക്കും അതൊരു പാട്ടാക്കി എലാബറേറ്റ് ചെയ്ത് കൈ തരും. എനിക്ക് എളുപ്പമാണ്. അതെന്തോ കണക്ഷൻ ആളിയാ, അതിന് വേറെ ഒന്നും പറയാനില്ല. ദാറ്റ് ഇസ് മാജിക്. അത് ചിലർക്കേ കത്തത്തുള്ളത്. പറഞ്ഞ രസതന്ത്രമാണ്, കെമിസ്ട്രി. അത് കെമിസ്ട്രി അങ്ങനെ. അപ്പൊ എന്താ പറയാ, ഒരു പാട്ട് ചെയ്യുമ്പോ ഇമോഷൻസ് എന്തേലും ഒരു എന്താ പറയാ ഇൻസിഡന്റ് ഡ്രൈവ് ചെയ്യണതാണോ, അതോ എങ്ങനെയാണ് ആ പാട്ട് വരുന്നത്? അത് വരികയാണ് അളിയ അറിയത്തില്ലടാ. നമ്മൾ ഡൈസെക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് സത്യം. അത് ആഴത്തി അത് അന്വേഷിച്ചു പോയാൽ ചിലപ്പോ ഇപ്പൊ ഉണ്ടാവുന്ന ഈ പാട്ടുകളൊന്നും ഇല്ലാണ്ടായി പോകും. അങ്ങനെ ഇതാ ഒഴുക്കി. എൻ്റെ ഉമ്മ പറയാറൊരു കാര്യമുണ്ട്, മോനെ നിന്റെ ശരീരത്തിൽ സംഗീതമുണ്ട്, നീ അതങ്ങ് ഒഴുക്കി വിട്ടുകൊടുത്താൽ മതി, അതങ്ങ് വന്നോളും. അതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ പറയുന്നത് കറക്റ്റ്. ആ ഒഴുക്കി സംഭവിക്കുമ്പോൾ ഇത് ഇന്ന ഇമോഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാൻ ഒരു ബേസിക് ത്രെഡ് ഞാൻ അങ്ങനെ മൈൻഡ് വിചാരിക്കും, വൈശാഖിനോട് പറയും. സിമ്പിൾ. എനിക്ക് നിന്റെ ചേഞ്ച് ഒക്കെ ഞാൻ ശരിക്കും ഇവൻ എന്താ പറയാ എങ്ങനെ ആവുന്നൊന്നും അങ്ങനെയല്ല. ഇവൻ ഇങ്ങനെയാവുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല. അതൊക്കെ അല്ല ഇവന്റെ ഈ പോക്കേ, കാരണം ഇവൻ പണ്ട് മുതലേ പണ്ട് മുതൽ ഇവന്റെ അടുത്ത് എന്താവണം അല്ലെങ്കിൽ എങ്ങനെ എന്തായിരിക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോ ഇവൻ ലുഡ്വിക്കോ ഇനൗഡി അല്ലെ യാനി അങ്ങനത്തെ ഒക്കെ സാധനം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇന്ത്യയിൽ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. അതിന്റെ എനിക്ക് ലുഡ്വിക്കോ ഇനൗഡിന്റെ ആണ് തോന്നുന്നു ഇവര് സാധനം വരിക്കാശ്ശേരി മന റെന്റിനെടുത്തിട്ട് വൈകുന്നേരം പിയാനോ ഒക്കെ കൊണ്ടിട്ട് പിയാനോ പറഞ്ഞ നീ ഗ്രാൻഡ് പിയാനോ അല്ല, മറ്റേ ചെറിയ ഇലക്ട്രിക് പിയാനോ അല്ലല്ല പൈസ കൊടുത്ത് പെർമിഷനൊക്കെ എടുത്തു. സംഭവം എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്യാനുള്ള ഇടയില് നമ്മൾ കുറച്ച് സ്മോക്ക് എഫക്ട് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് കൂടുതൽ കുന്തിരിക്കട്ടു. മനം നിന്ന് കത്ത ആൾക്കാരൊക്കെ ഓടി വന്നിട്ടേ ഒരു പറഞ്ഞ് മതി മെക്കാറാണ്. ഇപ്പോഴും അതിന്റെ ഫുട്ടേജ് എവിടെ ഏതോ ഒരു ഹാർഡ് ഡിസ്കിൽ എവിടെയോ കിടന്നു. ഹാർഡ് ഡിസ്ക് പോയി തോന്നുന്നു. പക്ഷെ മറ്റേ പാട്ട് എപ്പോ ഇറങ്ങും? നമ്മളാ ഡാമിൽ നിങ്ങളെല്ലാ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അതിറങ്ങി. അത് പക്ഷേ പ്രോപ്പർ മാർക്കറ്റ് ഇതാണ് കുഴപ്പം. ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ അത് എന്താ പറയാ കുറെ വള്ളികളിൽ പെട്ട് എനിക്ക് ഇനീഷ്യേറ്റീവ് മാർക്കറ്റ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. വേറെ ഇഷ്യൂ പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം എന്നുണ്ടാവും, പക്ഷെ
പേഴ്സണലി എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണത് എത്രത്തോളം എഫക്റ്റീവ് ആണ്. ഇല്ലെങ്കിൽ കാരണം ചില സമയത്ത് ഞാൻ ആലോചിക്കും, എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് എന്തെങ്കിലും ടെൻഷനിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ അയക്കണ ലിങ്ക് പോയി അവന് കിട്ടണത്. മനസ്സിലായോ? ആ സിറ്റുവേഷനൊക്കെ ആലോചിച്ചാൽ ഞാൻ ഷെയർ ചെയ്യാൻ പാട്ട് കേട്ടിട്ട് അവരുടെ ടെൻഷൻ മാറിയല്ലേ? അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഞാൻ ആലോചിക്കണത് എന്തെങ്കിലും ഡാർക്ക് സിറ്റുവേഷൻ എന്തെങ്കിലും ടെൻഷനിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും അവൻ്റെ അടുത്ത് ഇത് പോയി എത്തണത്, അല്ലെ അവളുടെ അടുത്ത് ഇത് പോയിട്ട്. അപ്പൊ ഞാൻ എന്തിനും വേറൊരാളുടെ പീസ് സമയത്തിന് ഡിസ്റ്റർബ് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ ഇടയ്ക്ക് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സ്റ്റോറി ഇടും, സ്റ്റാറ്റസ് ഇടും, കുറച്ച് നമുക്ക് അറിയാം ഇവരെല്ലാരും ഇപ്പൊ ഓക്കെ ആണെന്ന് അറിയണവർക്ക് മാത്രമേ ഞാൻ ഷെയർ ചെയ്യൂ. കാരണം അല്ലാത്തവർക്ക് എനിക്ക് ഇരുന്ന് 1 by 1 ഷെയർ ചെയ്യാൻ ഒരു മടിയുണ്ട്. അത് എനിക്ക് ഈഗോ ഒന്നുമല്ല, അയക്കണം എന്നുണ്ട്, അവർ കേൾക്കണമെന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ട്രാക്ക് അയക്കണോ നല്ല മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നേ. പക്ഷെ ഒരു പാട്ടിറക്കുമ്പോൾ നീ ഇച്ചിരി സെൽഫിഷ് ആയിരിക്കും. അതെ അതെ, ആ നല്ല മനസ്സ് തിന്നാൻ തരില്ല. ഇങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ല അയച്ചേക്കാം എന്ന് പറഞ്ഞാൽ അതെ അതെ കേൾക്കാതിരിക്കോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കിളൊക്കെ മറ്റേ മുഖം കാണുമ്പോ നേരിട്ട് ഊക്കെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്ത് ഷൂട്ടാണെങ്കിൽ എന്ത് ആവശ്യത്തിനാണെങ്കിൽ അവർ ഇതിലൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും വന്ന് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ബഞ്ച് ഉണ്ടായാൽ തന്നെ ഭാഗ്യമാണ്. നമ്മളൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ പീസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരേതൊക്കെയോ IT കമ്പനി വർക്ക് ചെയ്തോണ്ടിരിക്കുക. താങ്ക്സ് ടു ഓൾ ദോസ് ഫ്രണ്ട്സ്. എല്ലാരും പണിക്ക് പോവാ. അതെ, ഇടയ്ക്കിടയ്ക്ക് പോയിക്കോളാം. എനിക്കൊരു ലിസ്റ്റ് പറയാനുണ്ട്. അങ്ങനെ ഞാനത് വേറെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. അതേ മതിയുണ്ട് ഇപ്പൊ രണ്ടുപേരും അവിടെ ഇരുന്ന് കരയാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ? ടഫായിട്ടില്ലേ? നമ്മൾ എന്തായാലും പറയണ്ടായിരുന്നു, മറന്നു. അത് ഞാൻ മറന്നു. ഇവിടെ തുടങ്ങി ലുഡോവിക്കോ ഇനാടി. ഇനോടി അതന്നെ. അതിന്റെ അപ്പൊ ഇവിടെ കിടക്കും എന്തൊക്കെയോ പരിപാടി. ഇവൻ ഒരു നിങ്ങള് ആവശ്യത്തിലധികം സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇറക്കാതല്ലേ? നിങ്ങൾ ക്ലാസ് മുതൽ തുടങ്ങിയാണോ? എത്ര സാധനം ഇരിക്കണേ. ഞങ്ങളൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആദ്യം ഷോർട്ട് ഫിലിം ഒന്നല്ല, ഡയറക്റ്റ് അങ്ങനെയായിരുന്നു. പിന്നെ എന്താണെന്നറിയോ, അത് വലിയൊരു കഥയായിരുന്നു. ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഈ ഞായറാഴ്ചകൾ ഗ്യാപ്പ് കിട്ടുമ്പോ, സ്കൂള് വിട്ടിട്ട് ഞായറാഴ്ചകൾ ഗ്യാപ്പ് കിട്ടുമ്പോ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു 8 മാസം നമുക്ക് സ്ക്രിപ്റ്റ് എഴുതണ അതൊന്നും അറിയില്ലല്ലോ. ഞാനായിരുന്നു ഡയറക്ടർ, ഞാനായിരുന്നു റൈറ്ററും. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതണമെന്ന് അറിയില്ല. അതെ, ഒരു ചെറിയ ഹീറോ ഞാനായിരുന്നു. അപ്പൊ ഞാൻ എഴുതണ ഞാൻ തന്നെ ഹീറോ. സംഭവം എന്താ, പിന്നെ ഈ ഒരു 8 മാസൊക്കെ ആയപ്പത്തിന് കഥ മറന്നു. അങ്ങനെ നിന്ന് പോയി പെടാണത്. ഇല്ലെങ്കിൽ അത് ഇറങ്ങി ഏത് മൂടായിരുന്നു. ഇതെന്തിനാ ഇവന് ഈ ക്യാരക്ടർ എന്തിനാ ഇവിടെ? അതെ, ഇപ്പൊ ഈ ക്യാമറ ഒക്കെ നിങ്ങൾ ആ പ്രായത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യും? അത് ആ സമയത്ത് ഞങ്ങളുടെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. സീനിയർ സൂപ്പർ സീനിയർ. പുള്ളിയുടെ പേര് സൂരജ് അല്ലേ? സൂരജ് ഒന്നല്ല, മാത്രമേ അന്നൊരു ടച്ച് ഫോൺ ഉള്ളൂ. പുള്ളി സാംസങ് ഗാലക്സി ആദ്യമായിട്ട് ഇറങ്ങിയ സമയം നമ്മുടെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് സാംസങ് ഗാലക്സി. പുള്ളിയുടെ അടുത്തുനിന്ന് സുജിത്ത് ആണ് തോന്നുന്നത്, സുജിത്ത് ഉണ്ണി അങ്ങനത്തെ പേര്. പുള്ളിയുടെ അടുത്തുനിന്ന് എന്താ പറയാ 1000 രൂപയ്ക്ക് എന്താ പറയാ റെന്റിന് എടുക്കും. 10 ദിവസത്തിന് നമുക്ക് 10 ദിവസം നമുക്ക് ഡിസംബറിൽ ഗ്യാപ്പ് കിട്ടി. അപ്പൊ ആ സമയത്തായിരുന്നു അതിലാണ് HD ഒക്കെ പുള്ളിയുടെ അടുത്ത് ആ ഫോൺ ഒരാഴ്ചത്തേക്ക് എടുത്തിട്ട് അങ്ങനെ. പിന്നെ വീട്ടിലുള്ള ക്യാമറ വീടിന്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് സെറ്റപ്പ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞ ഞങ്ങൾ അതിന്റെ ഒരു ലൊക്കേഷന് ഇങ്ങനെ പല സ്ഥലത്താണ് കേട്ടോ. ഇപ്പൊ ഈ ഗുണ്ടകള് വില്ലനെ പിടിച്ചോണ്ടായിട്ട് ഒരു ദിവസം ഈ ബിൽഡിങ്ങിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഥ എന്നൊക്കെ പറയാനുണ്ടല്ലോ. ഇവരെല്ലാരും രക്ഷിക്കാൻ അൻവറിനെ വില്ലൻ എന്താ പറയാ മെയിൻ വില്ലൻ അൻവറിനെ കിഡ്നാപ്പ് ചെയ്യും. അപ്പൊ അൻവറിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് സഗരയിലേക്കും ബിഗ് ബിം വരണം. അവരെ കൊണ്ട് നടക്കാതിരിക്കുമ്പോ മറ്റേ എന്നിട്ട് പക്ഷെ അത് എന്തൊക്കെയോ ചെയ്തിട്ട് അതിന്റെ ഫുട്ടേജ് ഇപ്പൊ എവിടെ ഉണ്ട്? അതിന്റെ ഫുട്ടേജ് ട്രെയിലർ മാത്രമേ ഉള്ളൂ. അധോലോകം ഗാങ്സ്റ്റർ വരാ. അത് എല്ലാരും സ്റ്റാറുകളാണല്ലോ. അപ്പോഴത്തേക്ക് മമ്മൂക്കാന്റെ പടം ഇറങ്ങിയല്ലോ. അങ്ങനെ പക്ഷെ അതിലുണ്ട് ഇതേമാതിരി ചോരയൊക്കെ എടുത്തിട്ട്
കുപ്പിയിൽ മറ്റേ ചോരയൊക്കെ നിറച്ചിട്ട് ഞങ്ങളെ ഇവന്റെ മേക്കപ്പ് ഒക്കെ ഇവൻ തന്നെ. അപ്പൊ ഇങ്ങനെ മറ്റേ ചോരയൊക്കെ നിറച്ച് കുപ്പിയും കൊണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ വിചാരിച്ചു എന്താ മറ്റേ നമ്മള് കുപ്പിയൊക്കെ ആയിട്ട് ചെറിയ കുട്ടികള് ബിൽഡിംഗ് അടഞ്ഞിറക്കുന്ന ബിൽഡിങ്ങിലൊക്കെ കയറി പോകണം, കള്ളുടിയാണ്. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയാ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളെ അവർ തല്ലി ഓടിച്ചുറക്കി. അങ്ങനെ ആ പടം മറന്നു. സിനിമയായിട്ട് ഒരു ആഗ്രഹമില്ലാത്ത ആൾക്കാരൊക്കെ പിടിച്ച് ഞങ്ങൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, ഒരുത്തൻ ഇപ്പൊ ജിം ട്രെയിനർ. അതെ. വിവേകേട്ടൻ എങ്ങനെയാ കാണുന്നത്? വിവേകേട്ടൻ നമ്മൾ കാണുന്നത് മൊമെന്റ്സ് എന്ന് പറഞ്ഞ വെഡിങ് കമ്പനി ഉണ്ട്. അപ്പോ അതിൽ ഇവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവ കുറെ വെഡിങ് വർക്ക്സിന് പോകാറുണ്ട്. അപ്പോ അത് പാലക്കാട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ള വെഡിങ് കമ്പനിയാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെയാണ് ഇപ്പൊ പ്രവീൺ, ഞാൻ നേരത്തെ പറഞ്ഞ 24 ക്യാരറ്റ് ഇവൻ, ഇവരൊക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ എപ്പിസോഡ് മൊമെന്റ്സിന്റെ അത് കാണാം. അടുത്ത എപ്പിസോഡ് ബെല്ലൈക്കൺ. അപ്പൊ നിർമ്മലേട്ടൻ മൊമെന്റ്സ് ബൈ നിർമ്മൽ കൃഷ്ണ, അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ പുള്ളിയുടെ ഫ്രണ്ടാണ് വിവേകേട്ടൻ. വിവേകേട്ടൻ പണ്ട് പുള്ളിക്ക് വിവേകിന് പണ്ട് ഇതുണ്ടായിരുന്നു, ജംബോരി ഈവന്റ് കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു ആളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ. കമ്പനി പ്രായമുണ്ടല്ലോ, നല്ല പ്രായമുണ്ടല്ലോ, ഇന്ത്യൻ താത്ത. ഇപ്പൊ ഗോവ പോയിരിക്കാണ്. അപ്പൊ ആളിപ്പോ നിർമ്മലേട്ടൻ ചില വർക്ക്സിന് അവിടെ ചില ഷോർട്ട് ഫിലിം വർക്ക്സിലൊക്കെ പോവാറുണ്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി അങ്ങനെ ചെറിയ പരിപാടിക്കൊക്കെ പുള്ളിക്ക് ഇത് ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ മെയിൻ കരിയർ വെഡിങ് ആണ്. ആണെങ്കിൽ പരിപാടിയിലൊക്കെ ഇടയ്ക്ക് പോയി ഇന്നായി ഔട്ട് ആവണ പോലത്തെ മൂഡാണ്. അപ്പൊ ഞാൻ അഖിൽ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കർ ഒക്കെ ഉണ്ട്. അപ്പൊ അവന്റെ കൂടെ ഞാൻ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അർച്ചന 31 നോട്ട് ഔട്ടിന്റെ ഒക്കെ ഡയറക്ടർ. അപ്പൊ അവന്റെ കൂടെ ഞാൻ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മഴയെ പോ കാറ്റേ പോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ട്രാക്ക് ആ സമയത്ത് ഇറങ്ങിയത്. അപ്പൊ നിർമ്മലേട്ടൻ അതിന്റെ സ്റ്റിൽസും പോസ്റ്റർ എന്തൊക്കെയോ DI എന്തൊക്കെയോ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് ഈ സാധനം സ്റ്റുഡിയോയിൽ പ്ലേ ചെയ്ത സമയത്ത് വിവേകേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. വിവേകേട്ടൻ ഇത് ആരാ ചെയ്തത്, കൊള്ളാലോ, നൈസ് ട്രാക്ക് ആണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വിഷ്ണു എന്ന് പറഞ്ഞ ആളാണ്, ഒലോക്കോട് തന്നെയാണ്, ഇവിടെ തന്നെയാണ് വീട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിർമ്മലേട്ടൻ വിളിച്ചിട്ടാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ നിന്നെ കാണാൻ പറഞ്ഞു, ഞാൻ വിടട്ടെ ചോദിച്ചു. ആ വന്നോളം പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് വിവേകേട്ടൻ വരുന്നത്. അപ്പൊ പുള്ളി മറ്റേ മ്യൂസിക്കിലേക്ക് ജമ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം, എല്ലാം വിട്ട് ജോലിയൊക്കെ കളഞ്ഞ് ഇനി മ്യൂസിക് ചെയ്യണം, പക്ഷെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല ബ്രോ എന്ന് പറഞ്ഞ് വന്ന സമയത്താണ് നമ്മൾ കമ്പനി ആവണതും. പിന്നെ അവിടുന്ന് ഒരു ജേണി ആയിരുന്നു ടിൽ ഹിയർ. അതെ, അങ്ങനല്ലേ, ഏതൊക്കെ വഴിയാ ഇങ്ങനെയൊക്കെ ആൾക്കാർ പരിചയപ്പെട്ടിരിക്കുന്നു. അതെ അതെ, വലിയ ഭൂമി, ചെറിയ ഭൂമി എന്നൊക്കെ. അതെ, ഞാൻ ഇവനെ ഓൺലൈനില് ഇൻസ്റ്റാഗ്രാമില് ഈ കനാവിലെയും പാട്ട് എന്റെ ഒരു സുഹൃത്ത് ജുവൈനി പാടിയിട്ടുണ്ട്. എല്ലാവരും വിവേകേട്ടൻ കേൾപ്പിച്ചിട്ടാണ് ഞാൻ കനാവിലെ റക്കു എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് അറിയണത് ഇനീഷ്യലി. ജുവൈനി, റക്കു, കാരണം ഇവരൊക്കെ പുള്ളിക്ക് ആ ട്രാക്ക് പാടിക്കാനുള്ള കുറെ ഓപ്ഷൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയുടെ ഇവന്റെ ട്രാക്സ് കൊള്ളാന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾപ്പിച്ചപ്പോഴാണ് എനിക്ക് ഇവന്റെ കണക്ട് ആയപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്യണ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി, ഷോർട്ട് ഫിലിമിനും പിന്നെ നമ്മുടെ അർജുൻ സുരേന്ദ്രൻ വഫനിലേക്ക് അവന്റെ ഒരു പടം പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം. അപ്പൊ അതിലൊരു ട്രാക്കും പാടിക്കുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് സംസാരിച്ചത്. അത് രണ്ടും നടന്നില്ല, ഞങ്ങൾ കമ്പനിയായി. ബേസിൽ ജോസഫ് നടന്റെ കരച്ചിലിന് വേണ്ടി. അതെ, ആ ഒരു പടത്തിൽ ആകെ ഉള്ളൊരു റൊമാൻറ്റിക് ബാക്കി എല്ലാം അങ്ങനത്തെ ഒരു ട്രാക്ക് ഇറങ്ങിയിട്ട് കുറെ ആയിട്ടുണ്ടായിരുന്നില്ലേ മലയാളത്തിൽ? നമുക്ക് അങ്ങനത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ലോ പാട്ട് ഇറങ്ങിയിട്ട് എത്ര കാലം എല്ലാവർക്കും മറ്റേ അക്സെപ്റ്റൻസ് കൂടുതൽ മറ്റേ തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞ കൊമേഴ്ഷ്യലിന് തന്നെയാണ്. പക്ഷെ എല്ലാ പടത്തിലും ഇങ്ങനത്തെ ഒരു ട്രാക്കെങ്കിലും ഉണ്ടാവും. അതിന് അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് എല്ലാ പാട്ടും അടിപൊളി. ഗോവിന്ദ് വസന്ത് ശ്രീഹരി എന്ന് പറഞ്ഞൊരു എല്ലാ പാട്ടും ശ്രീഹരി ചേട്ടൻ, ആ പുള്ളി അടിപൊളിയാണ്. ശ്രീഹരി അച്ചു അങ്ങനെ പുള്ളിയുടെ വേറൊരു ട്രാക്ക് ഉണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്കാണ്. അത് ഇത്തിരി അണ്ടർ റേറ്റഡ് ആണ്. സച്ചിൻ ബാലു അദ്ദേഹം തന്നെ, ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് ഉണ്ട്, വിശ്വൻ ട്രാക്കാണ്. ഞാൻ ഈ അടുത്ത് ഞാനത് ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മഴയത്തെ ട്രാക്ക് കേട്ട ഫേവറേറ്റ് ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആരൊക്കെയാണ് നിങ്ങളുടെ രണ്ടുപേരും നിലവിൽ? ഇന്ത്യൻ അല്ലെങ്കിൽ അതെ, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഇടയിൽ എന്തായാലും മറ്റേ വേടന്റെ എനിക്ക് എന്താ പറയാ
വേടന്റെ എപ്പോഴും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ലിറിക്സും അതിന്റെ പൊളിറ്റിക്സും തന്നെയാണ്. മ്യൂസിക്കലി നോക്കുമ്പോൾ ഒരു റിപ്പിറ്റേറ്റീവ് സാധനം പോലത്തെ ഒരു സാധനം തന്നെ. പക്ഷെ നമുക്ക് അത് നമ്മൾ നോക്കില്ല, ഈ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് നോക്കില്ല. അപ്പൊ എനിക്ക് അദ്ദേഹം ലിറ്ററലി നമ്മുടെ നാട്ടിൽ ട്യൂപ്പാക്കാണ് ഇപ്പൊ. അതെ, സാധാരണക്കാരന്റെ ശബ്ദം അദ്ദേഹം. അതെ അതെ. അപ്പം പുള്ളിയുടെ ഷോസിന്റെ ക്രൗഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും വാട്ട് ഹി ഹാസ് ഡൺ എന്നുള്ളത്. അത് ഹാറ്റ്സ് ഓഫ് വാട്ടെവർ ദാറ്റ് ഹാസ് കം ഇൻ ഹിസ് വേ. അത് മൂപ്പരെല്ലാം ടക്ക അടിച്ച് നേരത്തെ കയറി പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു ധൈര്യമാണ്, പുറകിൽ നമ്മൾ നടന്നു പോവല്ലേ. അതേപോലെ തന്നെ ഇപ്പൊ ഞാനും ഇപ്പൊ റാപ്പ് സാധനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങുക, അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ അപ്പൊ അതില് ഇങ്ങനെ ഞാൻ ലിറിക്സുകൾ ഞാൻ കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത് ഇപ്പൊ ജോക്കറിന്റെ പാട്ടുകൾ ഞാൻ ഇപ്പൊ കേട്ടു. ആണെങ്കിലും നമ്മുടെ വോളിയം 1 എന്ന് പറഞ്ഞ ആൽബം ഉണ്ടല്ലോ, ഞാൻ ബാംഗ്ലൂരുള്ള സമയത്തായിരുന്നു അത് ഇറക്കിയത്. അപ്പൊ ബാംഗ്ലൂർ ഞാൻ എങ്ങടെ ഇറങ്ങുകയാണെങ്കിലും വോളിയം 1 വെച്ചിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ സിജയുടെ ഒരു പ്രത്യേകത, അവൻ റാപ്പർ മാത്രല്ല, അവനൊരു മെലഡി അവൻ പാട്ട് പഠിച്ചിട്ടുള്ള മറ്റേ മൊത്തം മെലഡി ഒക്കെ അവനെ കമ്പോസ് ചെയ്ത കർണാട്ടിക് മെലഡീസ് ഒക്കെ. ഞാൻ 8 കൊല്ലം പാട്ട് പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക് അതായത് എങ്ങനെയുണ്ടത്? അതെ അതെ, നമ്മളൊക്കെ എക്സ്പീരിയൻസ് തന്നെയാണ്. അതെ അതെ, പക്ഷെ ഞാൻ വിട്ടു, എനിക്കറിയില്ല. ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അറിയില്ല. അപ്പൊ എസ്സയുടെ വേർഡ്സ്, നമ്മളിപ്പോ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ബീറ്റും ആ ഫ്ലോയിലൊക്കെ കയറി നമ്മൾ ഇരിക്കുമല്ലോ. എസ്സയുടെ ചില സാധനങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഹീൽ ചെയ്യാനും ഒരുപാടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പടച്ചോൻ എന്തായാലും വിളിക്കുമ്പോ പോവാം, ഇപ്പൊ നിക്കാൻ നോക്കാം എന്നൊക്കെ പറയുന്ന സാധനം, അത് ഫിലോസഫിയാണ്, വെരി ഇൻസൈഡ് ഓഫ് മീ ആണ് പല കാര്യങ്ങളും. എനിക്ക് ഏതായിരുന്നു എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ലൈൻ ഞാൻ കുറേ ആലോചിച്ചു എന്തായിരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്റ്റ് ഇൻ പീസ് ഫോർ ദോസ് ഹു ഡൈ ആഫ്റ്റർ മീ എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് മരിക്കണവർക്ക് റെസ്റ്റ് ഇൻ പീസ്. കാരണം ഞാൻ ആ സമയത്ത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ഏതാ പാട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി എന്റെ മരണത്തിന് ശേഷം എല്ലാവർക്കും സമാധാനം തോന്നുന്നു. അടിപൊളി. We have some good number of talent. റക്കുന്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഹിപ്പ് ഹോപ്പ് എന്നല്ല, ഇൻഡിപെൻഡന്റ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തുടങ്ങാൻ ഇപ്പം ഞാൻ തന്നെ ഞാൻ പറയില്ല, അതിന് ഈ നാട്ടുകാർക്കോട് പറയാൻ ഇഷ്ടം ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഒരു ഫാനാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും നമ്മുടെ ഒരു ആരാധകനായി കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാവും, നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം. അല്ലെങ്കിൽ ഓവർ മറ്റേ നാർസിസിസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ദിവസത്തെ ഒരു മിനിറ്റ് ആ സാധനം വരാവുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എടാ കൊള്ളാലോടാ, നിന്റെ കൊള്ളാലോ നിന്റെ പാട്ടുകൾ. അങ്ങനെ നിന്ന് നോക്കുമ്പോ നീ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം, നമ്മൾ കൊള്ളാവും, നമുക്ക് തോന്നിയാലേ നമ്മുടെ പാട്ട് കൊള്ളാവും നാട്ടുകാർക്ക് തോന്നത്തുള്ളൂ. പക്ഷെ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവരുത്. അതെ അതെ, നമ്മൾ ഇതിലും ബെറ്റർ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ബോധം ആവത്തില്ല. അതങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ആരാണ് അഗെയിൻ ഒരുപാട് പേര്. ഇപ്പൊ ഞാൻ റാപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ടോപ്പ് ടയർ എസ് തന്നെയാണ്. എസ് ദെൻ കംസ് വേടൻ, ദെൻ നമ്മുടെ CJ. പെട്ടെന്ന് ഓർക്കുമ്പോൾ ആരുടെയും പേര് അങ്ങനെ വരുന്നില്ല. ബട്ട് എനിക്ക് പറയാനുള്ള ഒരു പേരുണ്ട്, അനോണിമസ്. നല്ല കയറ്റം കയറിയില്ലേ. മ്യൂസിക്കലി ഭയങ്കര എനർജിയാണ് അവന്റെ. ഞാൻ അനോന്റെ ഇവനാണ് എനിക്ക് ആദ്യമായിട്ട് അനോന്റെ അനോണിമസ് എന്ന് പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ കൊളാബ് ചെയ്തിട്ടില്ലേ, കൊളാബ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏതോ ഒരു ഇവൻ ലണ്ടനിൽ ഇരിക്കുന്ന സമയത്ത് കോളേജിൽ ഇരിക്കുന്ന സമയത്ത് അനോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എന്നിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ട്രാക്കുകൾ കേട്ട് നോക്ക്, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ആടലാം പാടലാം അതാണ് എന്റെ ഫസ്റ്റ് ഹിപ്പ് ഹോപ്പ് ട്രാക്ക്. ഫസ്റ്റ് അത് ഹിപ്പ് ഹോപ്പ് ഒന്നും അല്ല, അതൊരു റാപ്പുള്ള ട്രാക്ക്. അതെ, കോമാളിറ്റ ഒരു സാധനം അതുണ്ട്, ശരിയാണ്, കോമാളി ഉണ്ട്. ഞങ്ങള് ചെയ്തൊരു സാധനം ഞാൻ അതിന്റെ വീഡിയോ മറ്റേ ന്യൂസ് മങ്കീസിന്റെ
അല്ല സോറി, നീ പണ്ട് ചെന്നൈയിൽ വന്നപ്പോൾ എന്നെ കാണിച്ചിരുന്നു. കിടിലം വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലിരിക്കും. ഞാൻ ഇവന്റെ കോമാളി, അങ്ങനെ. പിന്നെ MC കൂപ്പർ ഇല്ലേ നീ പറഞ്ഞ? കൂപ്പറും നൈസ് റൈറ്റിംഗ് ആണ്. പിന്നെ എനിക്ക് ബില്ലുവിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ബില്ലു ഇപ്പൊ റീസെന്റ് നല്ല മെലഡീസ്, ഞാൻ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ബില്ലുവിന്റെ. ഇനീഷ്യൽ ഡേയ്സിൽ അച്ചായൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, റാപ്പർ. പുള്ളി ഇതേപോലെ ഭയങ്കര മർത്തിയൻ നൈസ് ആണ്. പിന്നെ റാപ്പേഴ്സിൽ നമുക്ക് ഇനി എടുക്കാൻ ജോക്കർ, ഓൾ മലബാർ ബെൽറ്റ്, FE എല്ലാരും they are doing a very great job. ഗബ്രി സീനാണ്. നമ്മൾ വിട്ടേ പോയി. ഗബ്രിന്റെ വേറെ ഒരു വേറൊരു തലത്തിലാണ് അവൻ. വയലന്റ് പുലി തന്നെയാണ്. ഇത് ഹിപ്പ് ഹോപ്പ് അല്ലാതെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ആരോമലിന്റെ ട്രാക്കുകൾ എനിക്ക് ഭയങ്കര ആരോമലിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഏതോ വെഡിങ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ അടുത്ത് നിർമ്മലായിട്ട് ഈ മൊമെന്റ്സ് ബൈ എന്താ പറയാ ഏതോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിന് പാട്ടൊന്നും കിട്ടില്ല, ഒരു പാട്ട് സജസ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് വെയിൽ എന്ന് പറഞ്ഞ വെയിൽ ഞാൻ ഇപ്പോഴും കേൾക്കും. മുതൽ ഇത് എത്ര 5 കൊല്ലം മുന്നേറ്റ നല്ല അടിപൊളി ട്രാക്കാണ്. പിന്നെ നമ്മുടെ ക്രിസ്റ്റോ ജോർജ്, ക്രിസ്റ്റോ എന്ന് പറഞ്ഞ അവന്റെയും ട്രാക്സ് അടിപൊളിയാണ്. ഭാര്യയും ഭർത്താവും വളരെ രസത്തിൽ അവരുടെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ. അതെ അതെ, അവര് ഇൻഡിപെൻഡന്റ്, അവര് വേറെയും ജോബുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻ ചെയ്യുന്നുണ്ട്, ആൻ വേറെ പടം ചെയ്യുന്നത്. വേറെ ആർട്ടിസ്റ്റുകൾ ആരാ? നമ്മുടെ ആർട്ടിസ്റ്റുകൾ കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ചുറ്റുപാട് പറഞ്ഞാ നമുക്ക് തീർക്കാൻ പറ്റാത്തത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട്. നമ്മുടെ ചുറ്റും തന്നെ അവരുടെ ട്രാക്സ് എല്ലാം വേറെ ലെവലാണ്. ഞാൻ അവരെ കേട്ട് ഞാൻ ഇരിക്കാം, നമ്മൾ അവരുടെ പേര് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് സമയമായി നമുക്ക് ഇവിടെ തൈക്കുടം. തൈക്കുടം ഞങ്ങൾ അങ്ങനെ ഒരു തകര ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ഇൻഡിപെൻഡന്റ് ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് അവിയൽ. അവിയലാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഉണ്ട്. മദർ ജെയിൻ അങ്ങനെ ബാൻഡ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന അവിയൽ തന്നെയാണ്. മദർ ജെയിനേക്കാൾ ഞാൻ കേട്ടത്. നമ്മുടെ ഏറയില് നമ്മൾ ആൽബം ഈ കാലത്ത് വരെ ഫ്രഷ് ആണ്. അതാണ് കേട്ടത്. പുള്ളിയുടെ സാധനങ്ങളൊക്കെ കേട്ടോ ഇപ്പോഴും എന്താ പറയാ, പുള്ളി അടുത്തൊരു സാധനം ചെയ്യുന്ന പറയുമ്പോ കൊണ്ടുവരാൻ പോണ്. പണ്ട് AR റഹ്മാൻ മ്യൂസിക്കിൽ എന്ന് പറഞ്ഞ പടത്തിനെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ പണ്ടോ അല്ലെ ഞാൻ പറഞ്ഞതാ തുടങ്ങിയത് പൂപ്പരാണല്ലോ. അത് അതേപോലെ തന്നെ പവർഫുൾ ആണ് റെക്സേട്ടന്റെയും സുഷിൻ ചേട്ടന്റെയും ഏറ്റവും ഇഷ്ടം. എനിക്ക് കുറെ സാധനങ്ങളുണ്ട് പുള്ളി രക്ഷപ്പെട്ട. എനിക്ക് ഇപ്പോഴും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കണ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ഗിറ്റാർ യൂസ് ചെയ്യണത്. പുള്ളിയുടെ ഗിറ്റാർ ടോൺസും പുള്ളി ഗിറ്റാർ യൂസ് ചെയ്യുന്ന സ്റ്റൈലും ഭയങ്കര. പുള്ളി ഗിറ്റാർ പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത് കേട്ടോ. സെൽഫ് ടോട്ടാണ്, സെൽഫ് ടോട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് മത്തായിച്ചൻ റെക്സേട്ടോട് ജാമ്യമുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് അവൻ ലണ്ടനിൽ പോയി അവിടുത്തെ ഫോറിൻ ക്രൗഡിന്റെ ഇടയ്ക്ക് അവിയലിന്റെ പാട്ട് പാടി ഫോറിനേഴ്സിന് മലയാളം പാട്ട് പാടി കൊടുത്തു. അവനൊരു 5 മിനിറ്റ് ഇൻട്രോ. അവിയൽ എന്താണ്, അവിയൽ എവിടുന്നാണ്, ഇത് ഞാൻ പാടുന്ന പാട്ട് മലയാളമാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോപ്പർ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് അവനൊരു പാട്ടം കൊണ്ട് ഗീച്ചി കൊടുത്തു. ഞാൻ ആക്ച്വലി നമ്മളെല്ലാവരുടെയും സൈഡിൽ നിന്ന് അവന് താങ്ക്ഫുൾ ആവുക. നമ്മുടെ ലാംഗ്വേജ് ഒരു ബാരിയർ ആവാൻ പാടില്ല. വോട്ട് എക്കോണമി കേൾപ്പിച്ചു. അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ഇന്ത്യ എന്നുള്ള ട്രാക്കാണ്. ലൈക്ക് അവര് അത്രയും കൺവിൻസ്ഡ് ആയി വോട്ട് എക്കോണമിയിൽ. ഞാൻ ബിഗ് ഡോഗ്സ് ഇറങ്ങുന്നതിന് മുമ്പ് ഹനുമാൻ കൈനിന്റെ മറ്റേ ഡാം സൺ ഗോഡ് ഇതൊക്കെ കേൾപ്പിച്ചു. അതൊക്കെ സീൻ ട്രാക്ക്. ഇതൊക്കെ അവർക്ക് ഭയങ്കര കണക്ട് ആയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോ ദിവസം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കുമ്പോ വേറെ ചെങ്ങായി, ഗുജറാത്ത് ചെങ്ങായി വന്നിട്ട് ഇതിട്ടിരിക്കുക മറ്റേ ട്രാക്ക് കബി ഖുഷി കബി ഹമ്മിലെ ഏതോ ഒരു ട്രാക്കും ജൂം ബറാബറൊക്കെ. ഇതിനൊക്കെ ഒരു വൈബ് ചെയ്യണു. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ അവിയലിട്ട് നോക്കാം. ഞാൻ നാളെ വന്നിട്ട് മറ്റേ ട്രാക്ക് ഇട്ട് കൊടുത്തു. ഇത് ആടുപാമ്പ്. എല്ലാരും അടുത്ത ടൈം എല്ലാരും ശ്വാസം എടുത്തു.
എല്ലാരും ആ പാട്ട് അവരുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ലൈക്ക് അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പ്ലേലിസ്റ്റുകൾ അവിടെ പ്ലേ ചെയ്യുമ്പോഴും ആ ട്രാക്ക് പ്ലേ ആവും. അപ്പൊ എനിക്ക് ഇങ്ങനെ അത് എസ്പെഷ്യലി ആടുപാമ്പെ പാട്ട് എനിക്ക് പേഴ്സണലി എന്റെ ആ ആൽബത്തിലെ ഫേവറേറ്റ് ആണ്, എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പാട്ട്. അപ്പൊ ആദ്യത്തെ ഇൻട്രോ തന്നെ ഭയങ്കര അതിന്റെ ലാസ്റ്റ് ഒരു ഔട്ട്രോ മറ്റേ ഫുൾ ഗിറ്റാർ വെച്ചിട്ട് സാധനമൊക്കെ ഉണ്ട്. റക്കുവിന്റെ ട്രാക്കുകള് തമിഴായിരിക്കോ മലയാളം? ഞാൻ മലയാളം ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊരു താരാട്ട് പാട്ടാ. പിന്നെ ഞാൻ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മലയാളം പാട്ട് എൻ്റെ ഫാദർ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്, കൂട്ടുകാരി എന്ന പാട്ടിൻ്റെ പേര്. അപ്പം അത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ എഴുത്തിൽ ഈ പറഞ്ഞ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഐ നീഡ്, ഇപ്പോൾ വൈശാഖിനെ പോലെ മാജിക്ക് കണക്റ്റ് ആവുന്ന ഒരു എഴുത്തുകാരൻ എനിക്ക് മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് ഈ പുഴയായി അലയായി നദിയായി ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് എനിമോർ. മിക്ക പാട്ടുകളിലും അങ്ങനത്തെ വാക്കുകൾ വെച്ച് ഉപയോഗിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്ത് മാജിക് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എൻ്റെ കയ്യിൽ വീണാൽ ഐ ക്യാൻ ഹാപ്പിലി ഡു ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് എഴുതിപ്പിക്കാൻ തുടങ്ങണം. അതിന് ഞാൻ ഇപ്പം അത്ര കോൺഫിഡന്റ് അല്ല. രസം, അത് നല്ല രസം. ഇപ്പൊ നമ്മൾ ഈ മഴയായി പുഴയെന്ന് പറഞ്ഞ വേർഡ്സ് തന്നെ ചിലവര് എഴുതുമ്പോ നല്ല മാജിക്കലായിട്ട് അത് പ്ലേസ് ചെയ്യും. അതെ 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 അതെ. കാരണം പിന്നെ ഇപ്പൊ അടുത്ത് നമുക്ക് ഒരു ചാലഞ്ചിങ് ആയിട്ട് പാട്ടിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കണം, പക്ഷെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആവാനും പാടില്ല, സ്റ്റാൻഡ് ഔട്ടും ചെയ്യണം. ഇപ്പൊ ഹിറ്റായി മറ്റേ മിന്നൽ വളയൊക്കെ ഇപ്പൊ ഹിറ്റായില്ലേ, നല്ലൊരു മിന്നൽ വള, അതിന്റെ ലിറിക്സ് നല്ല ഒരു ഹിറ്റ് ആവാൻ പാകത്തിനും. സുഹേൽ കോയുടെ എഴുത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിരിയുടെ ചിരിയുടെ കൊതിയുടെ കോഫിയുടെ രസം. അത് മറ്റേ പാട്ട് ഭയങ്കര രസമായിരുന്നു, മഴവിൽ. അതാരായിരുന്നു എഴുതിയത്? അത് മൂസിൻ പരാരിയാണല്ലോ. മഴവില്ലിലെ മൂസിൻ പരാരുടെയും റൈറ്റിംഗ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക് ആൻഡ് വിഷ്ണു വിജയൻ സർ, അവരുടെ എല്ലാ ഈ കൊളാബറേഷൻ ഈ പറഞ്ഞ പോലെ വൈശാഖി ഞാനും കൊളാബ് അടിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റേ മൂസിൻ പരാരി പ്രോജക്റ്റ് ഇല്ലേ, സാധനങ്ങളൊക്കെ സൂപ്പർ സാധനങ്ങളാട്ടോ. മറ്റേ ജിലേബി, ജിലേബി, പിന്നെ ഒരു സാധനം നല്ല രസം. നമ്മള് വീട്ടില് അല്ലെങ്കിൽ നമ്മള് നോർമലി സംസാരിക്കുന്ന വേർഡ്സ് അത് യൂസ് ചെയ്തിട്ട് നല്ല രസത്തില് സിത്താരൊക്കെ അത് അടിപൊളിയായിട്ട് നമ്മുടെ ഭാഷയുടെ ഇപ്പൊ തമിഴാണെങ്കിൽ നമുക്കിപ്പം സംസാരിക്കുന്ന ഭാഷയിൽ എഴുതിയെടുക്കാൻ പറ്റും. മലയാളത്തിൽ ഭയങ്കര പാടാവാൻ ചാൻസ് ഉള്ള ഭയങ്കരമായിട്ട്. മറ്റേ ഈ ഇതില്ലേ പാടി ഞാനൊരു പ്രേമത്തല്ല്, പ്രേമത്തല്ല്, പ്രേമ പലഹാരം എന്ന് പറയണില്ലേ? ഉണ്ടല്ലേ. എങ്ങനത്തെ വാക്കുകൾ പ്രേമ പലഹാരം എന്നുള്ളത് നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. പ്രേമത്തള്ള് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. ഓ അങ്ങനെയാണോ? ഓ അതായിരുന്നു അല്ലേ പ്രേമത്തള്ള്. കാറ്റൊരുത്തി ഒരു തീ കാറ്റത്തൊരു തീ സാധനല്ലേ, ഒരു ഡിഫറെന്റ് എഴുത്താണ്. ഓളം മെലഡി. മലയാളം സിനിമ പോലെ തന്നെ ഇവിടുത്തെ പാട്ടുകളും പെശക തന്നെയാ മച്ചു. അതെ ശരിയാണ്. നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി സംഗീതം എന്തോറും കൂടുന്ന മഹാസാഗരം എല്ലാവരും അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ഇനി ഓരോ ഹിറ്റുകളും കൂടി വന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ഹിറ്റുകൾ വരട്ടെ വേഗം. എനിക്ക് അടുത്ത എപ്പിസോഡ് എനിക്ക് പെട്ടെന്ന് വിളിച്ചാൽ വരാൻ പോഡ്കാസ്റ്റിന് വരാൻ നിങ്ങളൊക്കെ ഉള്ളു. നിങ്ങൾ അടുത്ത ഹിറ്റുകളാകുമ്പോ ഞങ്ങളൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ആവട്ടെ. ഡേറ്റ് കൊടുക്കാൻ പറ്റാതെ എനിക്ക് തന്നെ. അതെ, നീ ഒരു വലിയ ഫിലിം മേക്കർ ആയി പോയാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? അതിലും നിങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ലേ വർക്ക് ചെയ്യണത്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ആവട്ടെ. അതെ അതെ. പോസ്റ്റ് പ്രൊഡക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പണിക്ക് വിളിക്കാൻ നമുക്ക് നിങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അതെ, ക്യാമറ ഒക്കെ എടുക്കാൻ പറ്റുണ്ടല്ലോ, ട്രൈപോഡൊക്കെ ഉണ്ടല്ലോ, വളർന്നു നമ്മൾ. അതെ അതെ പഠിക്കുന്നുണ്ടല്ലോ. അടിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ സമാധാനമായിട്ടൊക്കെ ഫാനൊക്കെ ഇട്ടിരുന്ന് സംസാരിക്കാനുള്ള ഒരു ലക്ഷറിയിലേക്കൊക്കെ നമ്മൾ വളർന്നു. കൂരയായി മച്ചു. അതെ അങ്ങനെ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എല്ലാവരും പാട്ടുകളൊക്കെ കേൾക്കുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാര്യത്തില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും നിങ്ങളെല്ലാരും കേൾക്കുന്നതുകൊണ്ടാണ്
അല്ലെങ്കിൽ കാണുന്നോണ്ടാണ്. അതെ, ഇവിടെ വേറെ ആൾ വെറുതെ ഇരുന്ന് കാണുന്നുണ്ട് ഉറങ്ങി എണീറ്റ്. അതെ അതെ, നമ്മുടെ ക്യാമറമാൻ കിച്ചു. ക്യാമറമാൻ കിച്ചുവിനോട് തീരുന്നതിന് മുമ്പ് എനിക്ക് ദാസി വിഷ്ണുദാസ് എന്താണത്, കുറച്ച് പാട്ടുകൾ പോയി ദാസി, കുറച്ച് പാട്ടുകൾ പോയി വിഷ്ണുദാസ്, സംഭവം വിഷ്ണുദാസ് എന്നാണല്ലോ എന്റെ റിയൽ നെയിം. ആ പേരിലാണ് ഞാൻ പാട്ടുകൾ ഇറക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനീഷ്യലി ഇറക്കണ പാട്ടുകളെല്ലാം ഒരു പാട്ട് ഞാൻ എൻ്റെ ആ പേരിൽ ജസ്റ്റ് വായുവിനർത്ഥം ചുമ്മാ റാൻഡംലി ഇറക്കി, ഊരിറക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഷോർട്ട് ഫിലിം വർക്ക് അതെല്ലാം വന്നു. ഇതിലെ പാട്ടുകളെല്ലാം സ്പോട്ടിഫൈയിൽ വന്നു തുടങ്ങിയപ്പോൾ ഇതെല്ലാം സ്പോട്ടിഫൈയിൽ വരുന്ന, അപ്പൊ ഇതിൽ ഞാൻ ചെയ്യുന്ന എന്റെ മാത്രം പാട്ടുകളല്ലല്ലോ, അത് ക്ലൈന്റ് വർക്ക് പോലെയും കൂടെ ചെയ്യുന്ന ട്രാക്കുകൾ. ഇപ്പൊ ചില ട്രാക്കുകൾക്ക് ആ ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്യാണ്. അപ്പൊ എനിക്ക് ആ സോണും എന്റെ പേഴ്സണൽ സോണും സെപ്പറേറ്റ് ആക്കി വെക്കണം എന്ന് തോന്നി. ഇപ്പൊ ചില്ലുനീ ആണെങ്കിൽ അതൊരു സിനിമയിലൊരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിൽ ചിലപ്പോ എന്റെ ട്രൂ ഐഡന്റിറ്റി അതിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഫുൾ പാട്ടിൽ. ഇപ്പൊ കാരണം അതിൽ ഞാനുണ്ട്, നീ ഉണ്ട്, JK ഉണ്ട്. അപ്പൊ ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്യുമ്പോ അതിന്റെ കഥ ഉണ്ട്. അതിലല്ല എന്റെ ഫുൾ തോട്ട് കിടക്കുന്നത്. ദാസി എന്നുള്ളത് കുറച്ചും കൂടെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് എൻ്റെ ഒരു സോള് കിടക്കണ സാധനങ്ങൾ, അതൊരു ക്ലൈന്റ് വർക്കോ ഇല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസ് ഇല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ചെയ്യണം. എൻ്റെ ഒരു ഇന്റിമേറ്റ് സാധനം പോലെ, ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇന്റിമേറ്റ് പ്രൊജക്ട് പോലെ കാണുന്നതാണ് കുറച്ചും കൂടെ ദാസി. വിഷ്ണുദാസ് എന്നുള്ളത് കുറച്ചും കൂടെ ഒരു കമേഴ്ഷ്യൽ സൈഡിൽ ഓപ്പൺ ആയിട്ട്. ഇപ്പൊ ഈ ദാസിയിലാണെങ്കിലും കമേഴ്ഷ്യൽ ട്രാക്കുകൾ ഉണ്ട്, പക്ഷെ അത് ഞാൻ എനിക്ക് തോന്നിയിട്ട് ചെയ്യണതാണ്. എനിക്കൊന്ന് ചില്ലാവാൻ വേണ്ടി ഞാൻ ചെയ്യണ പാട്ടുകൾ, അല്ലാതെ ഒരു ക്ലൈന്റ് റിക്വയർമെന്റിൽ ഇങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞ് ചെയ്യണമല്ല. പക്ഷെ ഇപ്പുറത്ത് വിഷ്ണുദാസിൽ കുറച്ചും കൂടെ ഒരു സ്കൂളിലെ പേര് വീട്ടിലെ പേര് ദാസി എന്നുള്ളത് എന്റെ നിക് നെയിമാണ്, സ്കൂളിൽ വിളിക്കുന്ന പേരാണ്. വിഷ്ണുദാസ് എന്നുള്ളത് എന്റെ റിയൽ നെയിം. അപ്പൊ പക്ഷെ ദാസി എന്നുള്ളതായി പിന്നെ എന്റെ റിയൽ നെയിം. ദാസി എന്നുള്ള പേരിട്ടതാരാ നമുക്ക് ഓർമ്മ ഉണ്ടോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. നീ തന്നെയാണോ? മിനി മേഡം. മിനി മേഡം, ആ മിനി മേഡം എന്തോ ദാസി എന്ന് വിളിച്ചൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. ആ മേഡം ഒരു അപ്പം ഈ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന KRന് എല്ലാവിധ ആശംസകളും, ഓൾ ദി ബെസ്റ്റും കൊടുക്കുന്നു. ഇത് വളരെ വലിയൊരു വിജയമായി മാറട്ടെ. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് വരും. ഇത് സോ ഫാർ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നീ വിചാരിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളൊരു കാഷ്വൽ മച്ചാന്മാരുടെ കോൺവെർസേഷൻ പോലെ തന്നെ ഇത് കൊണ്ടുപോയി സപ്പോർട്ടും കൊടുക്കുക. ഹീസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അത് ഇവിടുത്തുള്ള എല്ലാ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ പൊക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നവരാണ്, അവരുടെ പാട്ടുകളെ പരിചയപ്പെടുത്തുകയാണ്. സോ ബി വിത്തും എല്ലാവർക്കും ഒപ്പം പോവാം. പവർ. ടേക്ക് കെയർ. കാണാം. ബൈ ബൈ.